അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഈ വീഡിയോ ഫ്രൈഡേ ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നാണിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ സമയം 6:30 ഞാൻ നിസ്കാരം ഖുർആനോദലും ഒക്കെ കഴിഞ്ഞിട്ട് വിൻഡോൻ്റെ സൈഡിൽ വന്നപ്പോഴാണ് ഈ ഒരു വ്യൂ കാണുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള മോർണിംഗ് ആണ് കാണാറുള്ളത്. ഇപ്പോൾ നമ്മളെ വീഡിയോസ് മുന്നേ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാനിവിടെ എപ്പോൾ വന്ന് വീഡിയോ എടുക്കുമ്പോഴും എന്നും ഒരേപോലെ ആയിരിക്കില്ല, പലതരത്തിലുള്ള കാഴ്ചകളായിരിക്കും കാണുന്നത്. എന്തായാലും കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ കണ്ടു നിന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ ഫീൽ ചെയ്തു. ഇനി ഞാൻ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. ഫ്രൈഡേയിലാണ് ഞാൻ ഖുർആൻ ജേർണലിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ജേർണലിങ് ചെയ്യാൻ പോകുന്നത് സൂറത്തുൻ നസുറാണ്. ആദ്യം തന്നെ ഈ സൂറത്തിൻ്റെ ഹെഡിങ് എഴുതി വെക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മൾ ജേർണലിങ്ങിൻ്റെ കളർ തീം ബ്ലൂ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ സൂറത്തുൻ നസുർ എന്ന് ഹെഡിങ് കൊടുത്തു. നസുർ എന്ന് വെച്ചാൽ ഹെൽപ്പ്, സഹായം എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ നമ്മൾ 6ാമത്തെ സൂറത്താണിപ്പോൾ ജേർണലിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജേർണലിങ് നമ്പർ 6 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ജുസ് 30 ആണ് സൂറത്തുൻ നസുർ വരുന്നത്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അധ്യായം 110 മദീനയിൽ അവതരിച്ച സൂറത്താണ്. 3 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോന്നും എഴുതുന്നതൊന്നും അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല. എനിക്കങ്ങനെ വീഡിയോ എടുത്തിട്ട് എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാത്ത പോലെയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ സൂറത്തിൻ്റെ സമ്മറി നോക്കാം. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് വലിയൊരു വിജയം, അതായത് മക്കയുടെ വിജയം വരും. ഒരുപാട് മനുഷ്യർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരും. വിജയം ലഭിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എല്ലാ മുസ്ലിങ്ങളോടും പറയുന്നുണ്ട്. വിജയം ലഭിക്കുമ്പോൾ വിനയത്തോടെ അള്ളാഹുവിനെ സ്തുതിക്കാനും നന്ദി പറയാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൻ നസുർ. ഇനി നമുക്ക് ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ നോക്കാം. ഫസ്റ്റ് ബിസ്മി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക, തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന വാക്കുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പാഠങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, വിജയം എല്ലായ്പ്പോഴും അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ്. ഈ സൂറത്തിലെ ആദ്യത്തെ ആയത്തിൽ തന്നെ പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് ഏതൊരു കാര്യത്തിലും വിജയം ലഭിക്കുന്നുള്ളൂ. രണ്ടാമത്തെ റിഫ്ലക്ഷൻ, വിജയിക്കുമ്പോൾ വിനയം ഉണ്ടാവണം, അഹങ്കാരം ഒഴിവാക്കുക. ഇപ്പോൾ നമ്മളൊരു കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വിജയിച്ചത്, അങ്ങനെയുള്ളൊരു അഹങ്കാരം നമ്മളെ മനസ്സിൽ വരാതിരിക്കുക. പകരം നമ്മളെ മനസ്സിൽ വിനയം ഉണ്ടായിരിക്കുക. അതായത് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ജയിച്ചത്, അള്ളാഹുവിൻ്റെ സഹായം ഉള്ളത് കൊണ്ടാണ് എനിക്കിതിൽ വിജയിക്കാൻ പറ്റിയത്. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. മൂന്നാമത്തെ ഒരു റിഫ്ലക്ഷൻ, നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ അൽഹംദുലില്ലാ എന്ന് പറയാനും നമ്മുടെ കുറവുകൾക്കായി അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാനും ശ്രദ്ധിക്കുക. നന്മയുടെ അവസാനം ഇസ്തിഗ്ഫാറിലാണ്.
അതാണ് ഈ സൂറത്തിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നത്. നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ നന്ദിയും ഇസ്തിഗ്ഫാറും നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ തെറ്റുപറ്റും. നമുക്കൊരു വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അഭിമാനത്തിലേക്കും പിന്നെ അത് ഒരു അഹങ്കാരത്തിലേക്കും ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് ഏതൊരു കാര്യത്തിനും അള്ളാഹുവിനെ സ്തുതിക്കുകയും പാപമോചനം തേടുകയും ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം നേടിയെടുക്കണം എന്ന് അത്രയും ആഗ്രഹിക്കുന്നൊരു കാര്യം, അത് നേടിയെടുക്കുന്ന വരെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും, കറക്റ്റായിട്ട് നിസ്കരിക്കും, ഖുർആൻ ഓതും. അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ ചെയ്യും ആ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടത് നടന്നു കിട്ടിയാലോ പിന്നെ നമ്മൾ ഇബാദത്തുകളിലൊക്കെ ഓരോ വീഴ്ച വരുത്താൻ തുടങ്ങും. അതായത് കറക്റ്റായിട്ട് നിസ്കരിച്ചിരുന്ന ആളുകൾ പിന്നീട് ആ നിസ്കാരങ്ങൾ ഖളാ ആക്കാൻ തുടങ്ങും, പിന്നീട് അത് ഉപേക്ഷിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ധാരാളമായിട്ട് ഖുർആൻ ഓതിയിരുന്നത് കുറഞ്ഞു പോവും, അള്ളാഹുവിനോട് നന്നായി അടുത്തിരുന്നത് പിന്നെ അകലാൻ തുടങ്ങും. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ നമ്മളെ സ്വഭാവത്തിൽ വന്നു തുടങ്ങും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹു നമ്മളോട് അള്ളാഹുവിനെ സ്തുതിക്കാനും പാപമോചനം തേടാനും പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റിഫ്ലക്ഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞതിനെ തുടർന്ന് മക്ക വിജയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പറയുമായിരുന്ന ഒരു ദുആ ഉണ്ട്. അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹി വ അത്തൂബു ഇലൈഹി. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് സ്തുതി, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇങ്ങനെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും, നമ്മളെ മനസ്സിൽ സമാധാനം കിട്ടും, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് വരും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ രക്ഷ നമുക്ക് ലഭിക്കും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്കും ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദുആ പതിവാക്കാം. ഏതൊരു കാര്യത്തിൽ വിജയം ലഭിച്ചാലും നമുക്കിത് ചൊല്ലി ദുആ ചെയ്യാം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞെങ്കിൽ മാത്രമേ, നന്ദിയുള്ളവരായെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുള്ളൂ. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനും ജീവിതത്തിൽ വിജയം ലഭിക്കാനും ഒക്കെ സൂറത്തു നസ്ർ പാരായണം ചെയ്താൽ മതി. അതുപോലെ ഈ സൂറത്തു നസ്റിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം, അതായത് വഫാത്തിൻ്റെ സമയം അടുത്തു എന്നതിൻ്റെ ഒരു സൂചന കൂടിയിട്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ ഖുർആൻ ജേർണലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ചെറിയൊരു മോർണിംഗ് വാക്കിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു അരമണിക്കൂർ സമയം. കുറേ നാൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ പോയത്. പൊതുവെ മടിയായിരുന്നു പുറത്തിറങ്ങാനൊക്കെ. അതിന് കാരണം വേറൊന്നുമല്ല, ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, തണുപ്പായിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ നടക്കാൻ നല്ല രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടക്കലൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കണം. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്രൈഡേയിൽ ഞാനങ്ങനെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. ഇന്ന് ഞാൻ എഗ്ഗ് ബർഗറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാവുമ്പോൾ പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ചെടികളുടെ അടുത്തേക്ക് വന്നു. ഈ ഒരു സമയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സമയമാണ്. ഈ ചെടികളിൽ ഇങ്ങനെ പുതിയ ഇലകളൊക്കെ വരുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്. അതേപോലെ ഏതെങ്കിലുമൊക്കെ ഇലകൾ ഇങ്ങനെ വാടി നിൽക്കുന്നത് കണ്ടാൽ ചെറിയൊരു സങ്കടം തോന്നാറുണ്ട്, അതിനിപ്പോൾ നശിച്ചു പോവോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇനി അടുത്തതായിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ്. ഇന്ന് ഞാൻ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. മന്തി എല്ലാവർക്കും പല രീതിയിലും ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ. ഫ്രൈഡേയിൽ എനിക്ക് വേഗം ജോലികളൊക്കെ തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. ജുമയുടെ സമയത്ത് ഓതാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചൊല്ലാനും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പരമാവധി സ്പീഡിലാണ് ജോലികളൊക്കെ ചെയ്ത് തീർക്കാറ്.
പിന്നെ ചില ദിവസങ്ങളിൽ ഈ വീഡിയോ എടുക്കലും കൂടി ആവുമ്പോൾ ഇരട്ടി സമയം വേണം. ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ക്യാമറ സെറ്റ് ചെയ്യണം, അതേപോലെ കൗണ്ടർ ടോപ്പ് നീറ്റാക്കി ഇടണം, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ കുറേ പണികളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നല്ല ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മന്തി ഒരു സൈഡിലിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള സൈഡ് ഡിഷായിട്ട് ചട്നി, അതേപോലെ മയോണൈസ് ഇതൊക്കെ ഉണ്ടാക്കണം. ഇപ്പം എൻ്റെ കിച്ചൺ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇത് കണ്ടിട്ട് ആരും ഞെട്ടൊന്നും വേണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. മന്തി റൈസ് ഞാൻ കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചാർക്കോളിട്ട് പുകയ്ക്കും കൂടി ചെയ്താൽ മന്തി റെഡിയാണ്. പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു വാരി ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലീനിങ് പരിപാടി. പിന്നെ ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും ഇന്ന് നിന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രൈഡേയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.